UPSC പരീക്ഷയിൽ 57ാം റാങ്ക് കിട്ടിയ ശ്രീജയുടെ വിജയത്തിൽ വിസ്മയിപ്പിച്ചത് അവളുടെ അച്ഛനാണ്. ഏത് മൈക്കിനു മുന്നിലും മതി വരാതെ സംസാരിക്കുന്നത് ശ്രീജയുടെ അച്ഛൻ ജയകുമാറാണ്. കൂലിപ്പണിയാണെന്നും കൊത്തൻ്റെ കയ്യാളാണെന്നും ലോകത്തിൻ്റെ ഏത് കോണിലും പണിക്ക് പോകുന്നത് തൻ്റെ മൂന്നാമത്തെ കുട്ടിയായ സൈക്കിളിലാണെന്നും തൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് 200 രൂപയാണെന്നും ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയാൻ തോന്നുന്ന അത്രയും സത്യസന്ധനായ ഏച്ചുകെട്ടലുകൾ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. ഒരു ജീവിതം മുഴുവൻ ഒഴുക്കിയ വിയർപ്പിൻ്റെ ഓരോ തുള്ളിയും മക്കളുടെ പഠിപ്പിന് വേണ്ടി മാത്രം കൂട്ടിവെച്ച, താൻ കൊണ്ട വെയിലിന് കീഴിൽ അവർക്ക് പഠിക്കാൻ തണലൊരുക്കിയ പച്ചയായ ഒരു മനുഷ്യൻ. യാതൊന്നും മറച്ചു വയ്ക്കാതെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അടങ്ങാത്ത അഭിമാനത്തോടെ പലപ്പോഴും പൂർത്തിയാക്കാനാവാതെ ഇടറുന്ന, നനയുന്ന, മുറിയുന്ന വാക്കുകളിലൂടെ ജയകുമാർ പറഞ്ഞു വയ്ക്കുന്നു. ജയകുമാർ തന്നെയാണ് ശ്രീജയുടെ അമ്മ ഷീനയെക്കുറിച്ചും പറഞ്ഞത്. ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ 10ാം റാങ്കുകാരിയായിട്ടും ജോലി കിട്ടാതെ വീട്ടിലെ അടുക്കളയിലേക്ക് ജീവിതം ചുരുങ്ങിപ്പോയ ശ്രീജയുടെ അമ്മ ഷീന. അവരാണ് സിവിൽ സർവീസിനെ കുറിച്ച് ആദ്യമായി ശ്രീജയോട് സംസാരിച്ചത്. സർക്കാർ ഉദ്യോഗത്തിൻ്റെ ഏറ്റവും താഴത്തെ പടിയിൽ ഒരിക്കൽ എങ്ങും എത്താതെ വീണുപോയ ഒരു അമ്മയുടെ അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ സാഫല്യം കൂടിയാണ് അതിൻ്റെ അങ്ങേയറ്റത്തെ പടിയിലേക്കുള്ള ശ്രീജയുടെ ഈ നടന്നുകയറ്റം, അല്ലെങ്കിൽ ഈ കടന്നുകയറ്റം. എൻ്റെ കയ്യിൽ 200 രൂപയേ ഉള്ളൂ. ഇപ്പോൾ അനിയൻ വന്ന് 500 രൂപ കൊണ്ട് തന്നിട്ട് പോയി. റാങ്ക് നേടിയ ശ്രീജയുടെ അച്ഛൻ പറഞ്ഞതാണ്. ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. അവർ ഒരുമിച്ച് നിന്ന് നേടിയെടുത്ത വിജയം. അനിയനും അളിയന്മാരും അച്ഛനും മക്കളും അമ്മയും പള്ളിക്കാരും എല്ലാവരും ദാരിദ്ര്യത്തെ തോൽപ്പിച്ച വിജയം. മക്കൾക്ക് പിന്നിൽ നിന്ന അച്ഛൻ്റെ വലിയ ത്യാഗം. കുട്ടികൾ പഠിക്കണമെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം. ഇതാണ് ശ്രീജയുടെ അച്ഛൻ പറയുന്ന ഏറ്റവും വലിയ സന്ദേശം. താൻ ജോലിക്ക് പോകുമ്പോൾ പോലും ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും സൈക്കിൾ ചവിട്ടിപ്പോകും. കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പണം ചെലവഴിക്കാതെ തലേ ദിവസത്തെ ചോറും മീൻകറിയും രസവും വരെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കുമായിരുന്നു. കിട്ടുന്ന പൈസയെല്ലാം മക്കൾക്ക് വേണ്ടി ഭാര്യയെ ഏൽപ്പിച്ചു. ഭാര്യ അത് കൃത്യമായി മാനേജ് ചെയ്തു. അവർ എല്ലാവരും എൻ്റെ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിന്നു. അച്ഛൻ അഭിമാനത്തോടെ പറയുന്ന വാക്കുകളാണ്. അച്ഛൻ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം പറയുമ്പോൾ സിവിൽ സർവീസ് റാങ്ക് നേടിയ മകൾ അഭിമാനത്തോടെ അത് കേട്ട് നിൽക്കുകയായിരുന്നു ലൈവിൽ. ഒരു കുറച്ചിലുമില്ല. അതാണ് ഒരു മകൾ. കള്ളു കുടിച്ച് നടന്ന് ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ചില അച്ഛന്മാർ ഈ കഥ കേൾക്കണം. കൂലിപ്പണിക്കാർക്ക് 1000-1200 രൂപയൊക്കെ ഇന്ന് കൂലി കിട്ടുന്നുണ്ട്. കിട്ടുന്ന കാശിൽ കൂടുതലും ഹോട്ടൽ ഭക്ഷണത്തിനും മദ്യപാനത്തിനും ചിലവാക്കിയിട്ട് മക്കൾ തെക്കുവടക്ക് നടക്കുന്നത് നോക്കി ഇരിക്കേണ്ടി വരുന്നവർ ഇതൊക്കെ ഒന്ന് കാണേണ്ടത് നല്ലതാണ്.